ഹായ്. ഇപ്പോൾ ഞാൻ വെലങ്ങാട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇത് വയനാടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത്. ഏറ്റവും വലിയൊരു ദുരന്തം ഇപ്പോൾ കണ്ടതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്. ഇതിലേ വാ. വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുന്നു കേട്ടോ. ശക്തിയായിട്ട് ഒഴുക്ക് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. ഇന്നലെ നമ്മുടെ വയനാട് നടന്ന അതേ സമയം, അതേ രാത്രിയാണ് ഇവിടെയും ഈ ഒരു സംഭവം നടന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു സ്ഥലത്ത് ഏകദേശം ഒരു 10-14ഓളം വീടുകളുള്ളൊരു സ്ഥലമായിരുന്നു. ഇത് മൊത്തം കംപ്ലീറ്റും ആൾക്കാർ വീടുകൾ കംപ്ലീറ്റ് ഒലിച്ചു പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. നമുക്ക് അവിടെ കാണാൻ ഒരു ജീപ്പൊക്കെ തന്നെ മണ്ടേ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതുവഴി ഒരു റോഡ് സർവീസ് ഉള്ളതാണ്. ഇപ്പോൾ ആ റോഡ് സർവീസ് ഇല്ല. ആ ഒരു ഗ്രാമം ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അതിനകത്ത് ധാരാളം മാറി പോടാ. ആൾക്കാർ അവിടെ വന്ന് നിൽക്കുകയാണ്. വെള്ളത്തിന്റെ ശക്തിയായിട്ട് ഒഴുക്ക് കൂടുന്നു കേട്ടോ. ആൾക്കാർ അവിടെ വന്ന് അവിടുന്ന് മാറാൻ പറയാ. മാറാൻ പറയണ. ഇപ്പോ വെള്ളത്തിന്റെ ശക്തി ഒഴുക്കുകൾ കാണട്ടെ. ഇപ്പൊ നേരത്തെ കാണാനേക്കായി ഭയങ്കരമായിട്ട് ശക്തി അവിടുന്ന് കണ്ടോ നമുക്ക് കാണാൻ പറ്റും. ആ മലയുടെ അവിടുന്ന് ഇങ്ങനെ ശക്തിയായിട്ട് ഇങ്ങനെ വെള്ളം ഒലിച്ചു വരുന്നോണ്ടിരിക്കുകയാണ്. വെള്ളം കൂടുന്നുണ്ട്, നല്ല രീതിയിൽ ഇപ്പോൾ വെള്ളം കൂടുന്നുണ്ട്. ബിനീഷ മാറാ. ബിനീഷ മാറാൻ പറ. മാറാ. വെള്ളത്തിന് കളർ മാറി വരുന്നുണ്ടോ നടുക്കത്തെ ചാല്. യൂട്യൂബ് ചാനലാ? ഫേസ്ബുക്ക് ചാനൽ. 2 കിലോ ന്യൂസ് ഉണ്ട് ചങ്ങാതിക്കൂട്ടം. ഇപ്പോ നമ്മളിവിടെ നിൽക്കുന്ന പ്രശ്നമുണ്ടോ ഇവിടെ? ആർക്കറിയാം. ഇതിങ്ങ് പൊട്ടിപ്പോകുന്ന അതാ. ഇപ്പോ വെലങ്ങാടില്ലേ, വെലങ്ങാട് മഞ്ഞക്കുന്ന് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇന്നലെ അല്ല 3-4 ദിവസത്തിന് മുമ്പ്, അതായത് നമ്മുടെ വയനാട് നടന്ന അതേ സമയങ്ങളിലാണ് ഇവിടെ നടന്നത്. പക്ഷെ ഇവിടെ മരണങ്ങൾ ഇവിടെ സംഭവിച്ചില്ല. കാരണം ഇവരത് മുൻകൂട്ടി കണ്ട് ഇവിടെയുള്ള ആൾക്കാർ അന്നേരം ജീവനം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിന് രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെ ഇടയിൽ ഒരാൾ മാത്രമേ മരണപ്പെട്ടുള്ളൂ. അല്ലാതെ മരണസംഖ്യ ഇവിടെ വയനാട്ടിൽ നടന്നത് കണക്കൊരു സംഭവം ഇവിടെ നടന്നിട്ടില്ലായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് ഇവരെല്ലാം അന്നേരം തന്നെ മാറി. ഇപ്പം നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന രീതി പോലെ തന്നെ അവിടെയൊക്കെ വീടുകളായിരുന്നു. അതാണ്ട് ആ കാണുന്ന വീടുകൾ പോലെ ഇവിടെ എല്ലാം വീടുകളായിരുന്നു. ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു റോഡിലാണ്. ഇപ്പോൾ ഈ ഒരു റോഡായിരുന്നു. അവിടെ മൊത്തം ഗ്രാമങ്ങളെല്ലാം വീടുകളും കാര്യങ്ങളെല്ലാമാണ്. പക്ഷെ അവിടെ ഇപ്പം ശരിക്കും അവരിപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അവിടെ ഒരുപാട് വീടുകളും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അപ്പോൾ അവർക്ക് വേറെ നമ്മൾ കോഴിക്കോട് അങ്ങോട്ട് ടൗണിലോട്ട് ഇറങ്ങാൻ പറ്റിയൊരു റോഡ് മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരവിടെ പെട്ടു നിൽക്കുകയാണ്. ഇപ്പം ഞങ്ങൾ നേരത്തെ അവിടെ നിന്നെയാണ്. അവിടെ നിന്ന് ഞാൻ എന്തോ ഭാഗ്യത്തിന് ഞാൻ ഇപ്പുറത്ത് വന്നപ്പോഴാണ് ഈ വെള്ളത്തിൻ്റെ ശക്തി കൂടിയത്. ഇനി ഇപ്പുറത്ത് വരാൻ പറ്റത്തില്ല. എൻ്റെ കൂടെ വന്നവരെല്ലാം അപ്പുറത്ത് നിൽക്കുകയാണ്. ഇപ്പം നിങ്ങൾ നേരത്തെ ഈ ലൈവ് ആദ്യം കാണുന്നവർക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. ആദ്യം ചെറുതായിട്ടേ ഉള്ളായിരുന്നു വെള്ളം. ഇപ്പം കണ്ടോ വെള്ളത്തിൻ്റെ ശക്തിയായിട്ടുള്ള ഒഴുക്ക് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. മഴയും ഭയങ്കര ശക്തിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ആ സൈഡിലാണ് ക്യാമ്പുകൾ. അവിടെ പള്ളിയിലാണ് ഇവിടെയുള്ള വീട്ടുകാരെല്ലാം താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി ക്യാമ്പിലാണ് ഇപ്പം എല്ലാവരും താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ശക്തമായ പാറകൾ കണ്ടോ. ഈ പാറകളുണ്ടോ, ശക്തമായിരിക്കുന്ന പാറകൾ. ഇത്രയും വലിയ പാറകളാണ് ഒഴുകി വന്നത്. ഇവരിത് മുൻകൂട്ടി കണ്ട് ഒരു ഭാഗ്യത്തിനാണ് ഇവർ രക്ഷപ്പെട്ടത്. ഏകദേശം ഒരു 14ഓളം വീടുകളാണ് ഇവിടെ നിന്ന് ഒലിച്ച് പോയത്. കാലാവസ്ഥ വളരെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ വന്ന് നിന്നപ്പോൾ കാലാവസ്ഥ വളരെ ക്ലിയർ ആയിരുന്നു. ഇപ്പം വെള്ളത്തിൻ്റെ ഒഴുക്ക് തന്നെ ഭയങ്കര ശക്തിയായിട്ട് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിൽക്കുന്നവരെല്ലാം അവിടെ നിന്ന് മാറ്റി അവിടെ എല്ലാ ആൾക്കാരെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശക്തിയായിട്ട് ആ മലയുടെ ഇപ്പം നമുക്ക് ഈ വീഡിയോ കൂടെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ ആ മലയിൽ നിന്ന് വെള്ളം നല്ല രീതിയിൽ പൊട്ടി ഒലിച്ച് നല്ല ശക്തിയായിട്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുക. വെള്ളത്തിന്റെ കളറ് മാറുന്നുണ്ട്. നമുക്ക് അവിടെ കാണാൻ പറ്റും.
അപ്പോൾ ഈ മഞ്ഞ് കാരണമാണ് ഈ ക്യാമറയിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. അവിടെ വെള്ള കളറിലാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് കലങ്ങി പൊട്ടുക പേടിപ്പിക്കല്ലേ. അപ്പോൾ ഇതെല്ലാം ഈ മലയാണ്. ഇതാണ്ട് ആ ഭാഗത്തായിട്ടാണ് ഇപ്പം ഞാൻ ഈ ക്യാമറ കാണിക്കുന്ന ഭാഗത്താണ് ക്യാമ്പും കാര്യങ്ങളെല്ലാം ആൾക്കാരെല്ലാം താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശക്തിയായിട്ട് ഇപ്പം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം നല്ല ശക്തിയായിട്ട് കോഴിക്കോട് വെലങ്ങാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് സംഭവം നടന്നത്. നമ്മുടെ വയനാട് നടന്നൊരു സംഭവത്തിന് വിനീഷേ മാറിയിരിക്കലാ. വയനാട് നടന്നൊരു സംഭവത്തിൽ മിക്ക പേരും വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് വയനാടുമായിട്ട് ബന്ധപ്പെട്ട ഉരുൾപൊട്ടലാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് രണ്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ആരും അറിയാതെ പോയത്. ഇവിടെ മുൻകൂട്ടി ഇവർ എങ്ങനെയോ അറിഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് രാത്രി 1 മണിക്കാണ് ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഒറ്റ കാണുന്ന അന്നേരം തന്നെ ഇവിടെയുള്ള നാട്ടുകാരും എല്ലാവരോടും ചേർന്ന് അന്നേരം ചെറിയൊരു വെള്ളത്തിന്റെ ശക്തി, ചെറിയതായിട്ടൊരു വെള്ളം ഒഴുക്ക് വന്നപ്പോൾ തന്നെ ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തെ ഈ കാണുന്ന കാടുകളിലേക്കും അപ്പുറത്തെ കാണുന്ന കാടുകളിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് ഇവരെല്ലാം ഇന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഒരാൾ പോലും മരണപ്പെട്ടില്ലായിരുന്നു. പിന്നെ രക്ഷാപ്രവർത്തനം അതിന്റെ ഇടയ്ക്ക് പെട്ടാണ് ഒരു പേരെനിക്കറിയാം, മരണപ്പെട്ട ഒരാള് പേര് അറിയത്തില്ല. ഒരാളെ മാത്രമേ ഇവിടെ മരണപ്പെട്ടുള്ളൂ. പക്ഷെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇത് നോക്കണം, ഇപ്പൊ ഈ മലയുടെ താഴെ കാണുന്ന ഇവിടെ എല്ലാം ഒരു 14ഓളം വീടുകൾ. ഈ കാണുന്ന ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. നമ്മൾ ഈ വെള്ളം ഒഴുകുന്നതിന്റെ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ അറിയാൻ സാധിച്ചത്. ഇപ്പം അവിടുത്തെ മഞ്ഞ് ഇപ്പം മാറി വരുന്നുണ്ട്. ഒരു സെക്കൻഡ്, ക്യാമറ മൊത്തം വെള്ളം ഒന്ന് തുടക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കണ്ടോ, ആ മലയുടെ മണ്ടയിൽ നിന്ന് കണ്ട ആ ഒരു ഭാഗം കണ്ടോ, അവിടെ നിന്നാണ് കറക്റ്റ് ഈ പാറയും ഇത്രയും ഉരുൾപൊട്ടി ഒലിച്ചു വന്നത്. അപ്പോൾ അവിടുന്ന് തന്നെയാണ് ശക്തമായിട്ട് വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടുന്ന് മഞ്ഞ് മാറി വന്നപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. കണ്ടോ, ചേട്ടാ അവിടെ പോകാൻ നിൽക്കണ്ട കേട്ടോ, വെള്ളത്തിന്റെ ശക്തിയായിട്ട് ഒഴുക്ക് കൂടിക്കൊണ്ടിരിക്കുമല്ലേ. സാറേ അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട, വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ ഉണ്ട്. പോലീസ്, KCB, ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇത് വലിയ വാർത്തയാവാതെ പോയതും കൂടുതൽ ആൾക്കാരിലേക്ക് എത്താതെ പോയതും നമ്മുടെ വയനാട്ടിലെ സംഭവം ഇതും ഒന്നാണെന്നാണ് ചിലവരൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് രണ്ടാണ്. ഇപ്പം ഏകദേശം നമ്മളിപ്പം കാറിൽ കൂടെ യാത്ര ചെയ്ത് വരുവാണെങ്കിൽ ഏകദേശം 80 കിലോമീറ്ററോളം നമ്മൾ വയനാട്ടിൽ നിന്ന് ഇവിടെ എത്തേണ്ടി വരും. നേരെ തിരിച്ച് അതാണ്ട് നമ്മൾ ആ കാണുന്ന മലയുണ്ടല്ലോ, ആ സൈഡിൽ നിന്ന് ഇവർ പറയുന്ന അതിനകത്തൂടെ വനത്തിക്കൂടെ യാത്രയുണ്ട്. അതിലൂടെ പോവുകയാണെങ്കിൽ വെറും 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വയനാട് ചെല്ലാൻ. ഇവിടുന്ന് വയനാട് ചെല്ലാൻ ഇല്ലേ 6 കിലോമീറ്റർ ഉണ്ടല്ലേ ഉള്ളൂ. അതിലേ പോവുകയാണെങ്കിൽ മാക്സിമം, അതായത് വയനാടും ഇതുമായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ റോഡ് മാർഗം നോക്കുവാണെങ്കിൽ, വണ്ടി മാർഗം നോക്കുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഏകദേശം 80 കിലോമീറ്റർ. ഞങ്ങളിപ്പോൾ വയനാട്ടിൽ നിന്നാണ് ഇങ്ങനെ സംഭവം അറിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് മനസ്സിലാക്കിയത്. ആണ്ടേ ഇത് കണ്ടോ, കംപ്ലീറ്റ് വീടുകളും ഇവിടെ എല്ലാം വീടുകളായിരുന്നു. ഇവിടെ എല്ലാം വീടല്ലായിരുന്നു. 14ഓളം വീടുകളും പിന്നെ വായനശാല, ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നില്ലേ? ഇവിടെ ഒരു പള്ളി, ചർച്ചിന്റെ മാതാവിന്റെ ഉണ്ടായിരുന്നു. പിന്നെ 14ഓളം വീടുകളുണ്ടായിരുന്നു, 2-3 കടമുറികളുണ്ടായിരുന്നു, ഒരു വായനശാല. ഒന്നും കാണാനില്ല. ഇവിടെ ചെറിയ അങ്ങാടിയാണ് ഇവിടെ. ഇപ്പൊ ഒന്നുമില്ല. അതുകൊണ്ട് ആ വീടൊക്കെ കിടക്കുന്നു. അതുകൊണ്ട് ഒരു ജീപ്പൊക്കെ ഒരു ജീപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് മേളത്തെ വീട്ടിലാണ്ടിരുന്ന ഒരു ജീപ്പാണ്. അതുകൊണ്ട് പോലീസ് വന്ന് പിടിക്കുന്നുണ്ടോ. ഒരുപാട് വണ്ടികൾ ഇതിന്റെ അടിയിലേക്ക് പോയിട്ടുണ്ടല്ലേ? ഒരുപാട് വണ്ടികൾ ഒലിച്ചുപോയി. കാണാനില്ല ഓരോ സാധനങ്ങൾ തങ്ങി നിൽക്കുള്ളത്. ഇപ്പം ശരിക്കും ഒന്നും ഇപ്പം കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ ഇത് കണ്ടോ, ഭയങ്കരമായൊരു കുഴിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ എല്ലാ വീടുകൾ, പള്ളികൾ എല്ലാം ഉള്ളൊരു സ്ഥലമായിരുന്നു. എന്റെ 14 വീടല്ലേ മൊത്തം? 14 വീടുകൾ പൂർണ്ണമായി ഒലിച്ചുപോയി. കാണാനില്ല. 14 വീടുകൾ പൂർണ്ണമായിട്ട് ഒലിച്ചുപോയി. മാറ്റാണ്ട് ഇങ്ങനെയുള്ള വീടുകളൊക്കെ അല്ലാതെ ഉള്ളത് ഇല്ലേ? ഏകദേശം ഇവിടെ എത്ര വീടുകളുണ്ടായിരുന്നു? മൊത്തം 20 വീടുകളുണ്ടായിരുന്നു. 20 വീടുകളുണ്ടായിരുന്നു. 20 വീടുകളുണ്ടായിരുന്നു ഏകദേശം. ഭയങ്കരമായ ഒരു ദുരന്തമാണ്. നമ്മൾ വയനാട്ടിൽ കണ്ട അതേ ഒരു ദുരന്തമാണ് ഇവിടുന്ന് ഒഴിവായി പോയത്.
എല്ലാവർക്കും ജീവൻ തിരിച്ചു കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവരുടെ എല്ലാം നഷ്ടപ്പെട്ടു. ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് വെച്ച വീടുകൾ, ഒരു തുണി പോലും ഇല്ലാതാണ്, ഒരു ഡ്രസ്സ് പോലും ഇല്ലാതാണ് ഇവർ ഇറങ്ങി, അല്ലേ? ഇല്ല, ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെ അവസ്ഥയിലുള്ളത്. 4 മണി ക്യാമ്പുകളിലായിട്ട് 300 ആൾക്കാരോട് ഉള്ളത്. ഒരാൾ മരണപ്പെടുകയും ചെയ്തു. അത് രക്ഷാപ്രവർത്തനത്തിന്റെ ഇടയ്ക്കാണ് മരണപ്പെടുന്നത്. മാത്യു എന്ന പേരല്ലേ? മാത്യു സാറ്. പെട്ടെന്ന് വെള്ളപ്പാച്ചല് ഇത് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഇതിനൊക്കെ വെള്ളം കൂടിയതാണല്ലേ? പെട്ടെന്ന് വെള്ളം കൂടി 2 ദിവസം കഴിഞ്ഞിട്ടാണ് അയാളെ കൂടുതൽ വെച്ചത്. ഇപ്പോ ഇവിടെ നിൽക്കുന്ന ഇപ്പൊ ക്യാമ്പുകളിലേക്ക്, ഇപ്പൊ ക്യാമ്പുകളിലൊക്കെ ഇപ്പൊ എത്ര ക്യാമ്പുകളുണ്ട് ഇവിടെ മൊത്തം? ഇവിടെ ഇപ്പോ 7 ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ 4 വർക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ 4 അല്ലേ? ഇപ്പോൾ ഇത്രയും ക്യാമ്പുകളുണ്ട്. ക്യാമ്പുകൾ ഉൾപ്പെടെ തന്നെ ഒരുപാട് കുട്ടികളും എല്ലാവരും കൂടെ ഉൾപ്പെടെ ഒരു ക്യാമ്പിലാണ്. പക്ഷെ ഒരു ഇപ്പോൾ ഈ തുണി പോലും ഉടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത്. ഇപ്പം ഉണ്ടാക്കിയതെല്ലാം കഷ്ടപ്പെട്ട് വെച്ച വീടുകളും അതിനകത്ത് പൈസ, സ്വർണവും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാർ ഞാനിപ്പോൾ ക്യാമ്പിൽ കണ്ടു. ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ തന്നെ പോസ്റ്റ്. ഇപ്പം ഞാൻ തിരിച്ചു പോകുന്ന വഴിക്കാണ് ഇപ്പോൾ ഈ വെള്ളം ഇത്ര ശക്തിയായിട്ട് ഒഴുകി വരുന്നത്. അപ്പം നിങ്ങൾ ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പേ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയ തോതിലൊരു വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം കണ്ടോ ശക്തിയായിട്ട് ഒഴുകി വരുന്നത്. ഇപ്പം മഴ കുറേയും കൂടുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. നല്ല രീതിയിൽ മഞ്ഞും കയറുന്നുണ്ട്. അപ്പോൾ വളരെ ജാഗ്രതയായിട്ടാണ് ഇവിടുത്തെ നാട്ടുകാരെല്ലാം ഇരിക്കുന്നത്. ഇപ്പം എന്ത് ചെയ്യും എങ്ങോട്ട് പോകണം എന്നറിയാൻ പറ്റാതെ കുറച്ച് ആൾക്കാർ ഈ ഒരു ഏരിയയിൽ കുടുങ്ങി കിടക്കുകയാണ്. അവർക്ക് വേറെ പോകാനുള്ള മാർഗ്ഗമില്ല. ആകെയുള്ള റോഡ് മാർഗ്ഗമാണ് ഇതിപ്പം ആകെ തകർന്നു കിടക്കുക, വേറെ റോഡില്ല. അപ്പോൾ അവരെങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വരും എന്നുള്ള ഒരു ആലോചനയിലാണ് ഇവിടെ ഉള്ളത്. ഇവരെല്ലാം നാട്ടുകാരും ഇവരെല്ലാം കൂടെ ചേർന്ന് ഈ റോഡ് ഇതിലെ കൂടെ ഉള്ളൊരു 1 ജീപ്പ് പോകാനുള്ളൊരു റോഡ് ഇതിലെ കൂടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇപ്പം വീണ്ടും ശക്തമായിട്ട് മഴ വന്ന് തന്നെ ഒലിച്ചുകൊണ്ട് വീണ്ടും പോയി. ഇപ്പോൾ ഇവർക്കൊരു ഫുഡോ കാര്യങ്ങളോ എന്തെങ്കിലും അവിടെ എത്തിക്കണമെങ്കിൽ ഈ റോഡ് മാർഗ്ഗം മാത്രമേ ഉള്ളൂ, അല്ലേ? ഈ ഒറ്റ റോഡ് മാത്രമേ ഉള്ളൂ. ഇവർ ജീപ്പ് വഴിയായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ ക്യാമ്പ് നടക്കുന്നുണ്ട് അങ്ങോട്ട്. അവിടെ ക്യാമ്പും ഉണ്ട്. അപ്പോൾ മന്ത്രിയൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ടല്ലേ? മന്ത്രി വന്ന് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. തിരിച്ചു പോയോ? ആ, അപ്പോൾ പെട്ടെന്ന് വെള്ളപ്പൊക്കം കാരണം അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല. വെള്ളം വന്നുകൊണ്ട് ഇവിടുന്ന് തിരിച്ചു പോയി. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അവിടെ കുറേ ആൾക്കാരുണ്ട്, കുറേ കുടുംബങ്ങളുണ്ട്. ഈ കാണുന്ന മലയുടെ സൈഡിലെല്ലാം കുറേ കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവിടെല്ലാം ഞാൻ പോയിട്ടാണ് വന്നത്. അവരെല്ലാം ഇപ്പോൾ ശരിക്കും പെട്ട് കിടക്കുന്ന അവസ്ഥയാണ്. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പുറത്തോട്ട് പോകാനോ മറ്റുള്ള ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥകളിലാണ് ഇപ്പം അവിടെയുള്ള കുടുംബക്കാർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവർക്ക് വേണ്ട ആവശ്യമെന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം കഷ്ടപ്പെട്ട വീടുകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇത് സർക്കാർ ഈ ഒരു വാർത്ത എടുക്കണം. ഇതിൽ അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ ഒരു സംഭവ സ്ഥലത്ത് ഇവിടെ എത്തി ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും അധികം ആൾക്കാർക്ക് അറിയത്തുമില്ല. ഇത് മൊത്തം വയനാട്ടിലെ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇവർ ഒരു പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ കൂടെ കാലാവസ്ഥ വളരെ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ വന്ന സമയത്ത് നല്ല രീതിയിൽ നിന്നെയാണ്. ഇപ്പോൾ വീണ്ടും കാലാവസ്ഥ വളരെ രീതിയിൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയിലാണ് ഇവിടെയുള്ള ജനങ്ങളെല്ലാം നിൽക്കുന്നത്, അല്ലേ? ഇപ്പോഴും ഭയപ്പാടില്ലല്ലേ നിൽക്കുന്നത്? ഏത് സമയം എന്ത് സംഭവിക്കാറുള്ളത്. പക്ഷേ ഇത് വയനാടിനേക്കായി കുറച്ചുകൂടെ ഡേഞ്ചറാണ് സ്ഥലം, അല്ലേ? കാരണം നമുക്ക് ഓടി മാറാനുള്ളൊരു സ്ഥലം പോലും ഇവിടെ കാണുന്നില്ല. ഇപ്പൊ എന്ത് സംഭവിക്കും? ഒറ്റ വഴി മാത്രമേ ഇവിടെ ഉള്ളൂ, പുറത്തേക്ക് കടക്കണമെങ്കിൽ. ഈ ഒരു വഴി കൂടെ നശിച്ചാൽ പിന്നെ ഇവർ തീർന്നു. പിന്നെ ഇതിനകത്ത് ഒറ്റപ്പെട്ട് പോവാണ്. ആകെപ്പാടുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇതും കൂടെ നഷ്ടപ്പെട്ടാൽ ആകെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇവിടെയുള്ളവർ ഇവിടെ കറക്റ്റായിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ടിന് ചെയ്യുന്നുണ്ടല്ലേ? ഉപദ്രവ പ്രശ്നങ്ങളുണ്ട്. എല്ലാ അതിന്റെ ക്യാമ്പുകളിൽ ആവശ്യത്തിന് സ്ഥാനങ്ങളുണ്ട്. പിന്നെ പഞ്ചായത്ത് ഓഫീസിൽ പിന്നെ പഞ്ചായത്ത് ഓഫീസാണ്, വാണി പഞ്ചായത്ത്. അപ്പോൾ അവിടെ സ്ഥാനങ്ങൾ ആവശ്യമുള്ള സ്ഥാനം എത്തുന്നുണ്ട്. പിന്നെ വേണ്ട പോലെ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരെ പുനരുദ്ധരിപ്പിക്കാൻ ചെയ്യേണ്ടത് പെട്ടെന്നാണ്. ഇവിടെ ഇനി വാസയോഗ്യമായിട്ടുള്ള സ്ഥലമല്ലേ ഇത് കണ്ടാണ്. അവിടെ ഇങ്ങനെ ആൾക്കാരെ മുക്കണം. ഞങ്ങൾ ഓരോ സ്ഥലം കണ്ടെടുത്ത് അടുത്തേക്ക് ആൾക്കാർ മാറ്റി പാർപ്പിക്കണം. ഇതിനൊക്കെ പുതിയ ചെയ്യാനുള്ളത് ഇനിയൊന്നും ഇല്ലാണ്ടാവുകയാണ്. എന്ത് പറയണമെന്ന് അറിയാമതാണ് ഇവിടെയുള്ള നാട്ടുകാരും എല്ലാം ക്യാമ്പുകളിൽ താമസിക്കുന്നത്. കാരണം ഒരു നിമിഷം കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് ഇവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു. ഉള്ള ജീവനം കൊണ്ട് ഇവർ ഓടി അത് ഉറക്കത്തിന് 1 മണിക്കല്ലേ സംഭവം നടക്കുന്നല്ലേ? 1 മണിക്കാണ് സംഭവം ഈ ഉരുൾപൊട്ടുന്നത്. 1 മണിക്ക് ജീവനം കൊണ്ട് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടതാണ് ഇവരെല്ലാം. ഒരു കയ്യിലൊരു സാധനം പോലും എടുക്കാതെ, ഒരു തുണി പോലും എടുക്കാതാണ് ഇവരുടെ ഇത്രയും വർഷം ഉണ്ടാക്കിയതെല്ലാം ഈ മണ്ണിൻ്റെ അടി കളഞ്ഞിട്ടാണ് ഇവർ ഓടി രക്ഷപ്പെട്ടത്. ഇവരെന്ത് ചെയ്യണമെന്നറിയാതെ ക്യാമ്പിൽ ഇരിക്കുന്ന കുറേ പേരെ നമ്മളിപ്പോൾ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോൾ അധികാരികൾ വേണം ഇവരൊക്കെയുള്ള വേണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇവർക്കുള്ള എന്തൊക്കെയാണ് ആവശ്യങ്ങൾ ഉള്ളതെല്ലാം ഇവിടെ വന്ന് നേരിട്ട് വന്ന് ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ്. ഇവിടെ ഇപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇവിടുത്തെ നാട്ടുകാരും, അല്ലേ? കറക്റ്റ് നാട്ടുകാർ മാത്രമേ ഉള്ളല്ലോ ഇവിടെ.
വയനാട് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഇവിടെ ആളുകളെ ആയിരിക്കും ഒരു ശ്രദ്ധ വിഷയമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് നാട്ടുകാരെ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ മേഖലകളിലെല്ലാം വളരെ കുറവാണ്. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ആളുകളില്ല. ഇവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പം തന്നെ അങ്ങോട്ട് പോയ മന്ത്രിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റാത്ത മന്ത്രിക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. മന്ത്രി അപ്പുറത്ത് ജലസേചന വകുപ്പ് മന്ത്രി അപ്പുറത്താണ് ഉള്ളത്. ഞാൻ കാലിക്കറ്റ് ഡിഫൻസിന്റെ ആളാണ്. കോഴിക്കോട് ഇന്നലെ രാത്രി അറിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ വരണം എന്നുള്ള പ്ലാൻ ഉണ്ടായി. എന്റെ സഹപാഠികളെല്ലാവരും ഇവിടെയാണ്. പിന്നെ വയനാട്ടിലെ ഉരുൾപൊട്ടി അവിടേക്ക് പോയിരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്ക് എന്റെ ഒരു അനിയത്തിന്റെ മകനും കൂടെ രണ്ടുപേരും കൂടി ബൈക്കിൽ വന്ന് ഇവിടെ വന്ന് 2-3 കാറും അത് ഒരു എക്സൈസ്മെന്റ് വണ്ടികളായിരുന്നു. അതും ഞങ്ങൾ മേലോട്ട് കയറ്റാൻ വേണ്ടി സഹായിച്ച് ഒരുപാട് ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടിട്ട് വളരെ സങ്കടം വരുന്നുണ്ട്. ഹെൽപ്പ് ചെയ്യാൻ ആരും വരുന്നില്ല. ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട് ഹെൽപ്പിന് ആളുകളുണ്ട്. ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ സൗകര്യങ്ങളില്ല. എന്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പേർക്ക് നിന്ന് ചെയ്യാനുള്ള മെഷീനറി ഇല്ലാതെ ഇവിടെ ഒരു കാര്യം നടക്കില്ല. ഇവിടെ ഇപ്പോൾ KSEBക്കാർ മരം മുറിച്ച് മാറ്റി ബാക്കി കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആളുകൾ ക്യാമ്പിൽ നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവർ സേഫാണ്. പക്ഷെ എന്നാലും നല്ല മഴയാണ് പെയ്യുന്നത്. ഇനിയും പറയാൻ പറ്റില്ല ഇനി എന്താ സംഭവിക്കാന്നുള്ളത്. ഇപ്പോ എല്ലാവരും ഇവിടുന്ന് മാറാൻ പോവാണ്. കാരണം ഇവിടെ കാലാവസ്ഥ വളരെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് മന്ത്രി അപ്പുറത്ത് വയ്ക്കുവാണല്ലേ. ഇനി മന്ത്രിക്ക് ഇനി ഇപ്പുറത്ത് വരണമെങ്കിൽ ഈ ആകപ്പാട് ഈ ഒറ്റ റോഡേ ഉള്ളൂ. ഈ റോഡ് മാർഗം അല്ലാതെ വേറെ വരാനുള്ള ഒരു വഴിയില്ല. പക്ഷെ ഇങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യാൻ കുറച്ച് പാടാണ്. ഈ അവസ്ഥയിൽ പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കേട്ടോ. കണ്ട വെള്ളത്തിന്റെ ശക്തി വരും. ചെറിയ രീതിയിലുള്ള ഉരുൾപൊട്ടിയത് ഇപ്പൊ പൊട്ടിയോ? അതിനുശേഷമാണ് മന്ത്രി അങ്ങോട്ട് പോകുമ്പോൾ ഉരുൾപൊട്ടിയിരുന്നില്ല. ഇങ്ങോട്ട് ഇപ്പൊ മന്ത്രിക്ക് ചെറിയ ഉരുൾപൊട്ടിൽ കൊണ്ടുണ്ടാണ് മന്ത്രിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത്. വെള്ളത്തിന്റെ കളർ കാണുന്നില്ല നിങ്ങൾ. വെള്ളത്തിന്റെ കളർ ഉരുൾപൊട്ടിയ കളറാണ്. ഒരു മണ്ണാണ് ഒലിച്ചു വരുന്നത്. ഇതേ സ്ഥിതിയിൽ മെനഞ്ഞാന്ന് ഇതുപോലെ തന്നെ വീണ്ടും ഒരു ഉരുൾപൊട്ടി വിടാം. ഇപ്പൊ എന്തായാലും ഞങ്ങള് ഇവിടുന്ന് കുറച്ച് പേരെല്ലാം ഇവിടുന്ന് മാറാൻ പോവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെ കൂടെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ആ മലയുടെ മണ്ടയിൽ നിന്ന് വെള്ളം ഒലിച്ചു വരുന്ന ശക്തിയായിട്ട് വെള്ളം ഒലിച്ചു വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പം ഇത്രയും വലിയ ഒരു മലയാണ്. അപ്പൊ എന്ത് വേണമെന്ന് സംഭവിക്കാം. അപ്പൊ ഇവിടെയുള്ള എല്ലാവരും മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പോ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇവരെ വന്ന് കാണണം, കണ്ടേ പറ്റൂ. കാരണം അവര് ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുറെ കുടുംബങ്ങളാണ് താണ്ട് ഈ കാണുന്ന മലയോരത്ത് നടപ്പുണ്ട്. അവരെന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതിന്റെ കൂട്ടത്തിലാണ് ഈ കാലാവസ്ഥ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജീവനോടുള്ളവരാണ്. നമുക്ക് അവരെ എത്രയും പെട്ടെന്ന് രക്ഷിച്ചേ പറ്റൂ.